ക്ഷണഭേദങ്ങൾ കടന്നുപോയി. മനസ്സിൽ നിന്നും പഴയകാല ഓർമ്മകളെ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ വിച്ചുവിന് കഴിഞ്ഞു. ചുറ്റൊരു പുതിയൊരു അതിഥി കൂടി വരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ശങ്കരനും സുധയും. അരുണി 3 മാസം ഗർഭിണിയായിരുന്നു. വിധുവിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. അനുവിനെ ആദ്യം മാധവിയെ കാണാൻ കൊണ്ടുപോയിരുന്നു. അവരുടെ രൂപം കണ്ട് അനുവിന് വിഷമം തോന്നിയെങ്കിലും പഴയ ഓർമ്മകളിൽ അവൾക്ക് അവരോട് കൂടുതൽ സഹതാപം ഒന്നും തോന്നിയിരുന്നില്ല. ആദർശ് തിരുവനന്തപുരത്തേക്ക് താമസം മാറി. മാധവിയെ നോക്കാനായി ഒരു സ്ത്രീയെയും ഏർപ്പാട് ചെയ്തു. 2ാം ഘട്ട കീമോ കഴിഞ്ഞപ്പോഴേക്കും മാധവിയുടെ പഴയ രൂപം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. വേദനയിൽ പുളഞ്ഞു കിടക്കുമ്പോഴും ചെയ്തു കൂട്ടിയ പാപങ്ങളോർത്ത് അവരുടെ ഉള്ളു നീറി. ആദിക്കിപ്പോൾ മാധവിയുടെ കാര്യത്തിൽ നല്ല വേദനയുണ്ട്. അനുവിന് 5ാം മാസം തുടങ്ങിയിരുന്നു. സുധയുള്ളതുകൊണ്ട് അനുവിൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കിയിരുന്നു. ആദിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. അമ്മയ്ക്ക് 2 പേരെയും നോക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞ് വിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ സുധയെ അവളെ വിരട്ടി ഓടിക്കും. ശ്രീ ഓരോ ദിവസവും വിച്ചുവിൻ്റെ പ്രണയം ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. വിച്ചു അതൊക്കെ ശ്രദ്ധിച്ചുവെങ്കിലും സാവധാനം ഇനിയൊരു തീരുമാനം എടുക്കൂ എന്ന വാശിയിലായിരുന്നു. ശ്യാമയുടെ ഭർത്താവ് അരുൺ ഗൾഫിലേക്ക് മടങ്ങിപ്പോയിരുന്നു. 2 മാസം കഴിഞ്ഞ് ശ്യാമയ്ക്കും കുഞ്ഞിനുമുള്ള വിസ ശരിയാക്കി അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് അരുൺ പോയത്. പോകുന്നതിന് മുൻപ് എല്ലാവരെയും കാണാനായിരുന്നു അവൾ വന്നത്. തിരിച്ചു പോകുന്നതിന് മുൻപ് സ്വാതിയുടെ കുഴിമാടത്തിനരികിൽ ചെന്ന് യാത്ര പറയാനും അവൾ മറന്നില്ല. സ്വാതിയുടെ കുടുംബത്തിലെ അവസാന കണ്ണിയുമായുള്ള ബന്ധവും അവസാനിക്കുമ്പോൾ സ്വാതി എന്ന അധ്യായവും അവസാനിക്കാൻ പോകുവാണോ എന്ന് വിച്ചു ഭയന്നു. മരണപ്പെട്ടൊരാത്മാവിൻ്റെ ശാപം കൂടി തന്നിലേക്ക് വരുമോ എന്ന് വിച്ചു ഭയപ്പെട്ടു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആരൂട്ടൻ്റെ പെറ്റമ്മ സ്വാതിയാണ്. നാളെ ഒരിക്കൽ ഇതേ കാരണം കൊണ്ട് ആരൂട്ടൻ തന്നിൽ നിന്നും അകന്നു വരും. പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള അന്തരം അവൻ്റെ മനസ്സിൽ വന്നാൽ താൻ അവന് അന്യയാകുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അറിവാകുന്ന പ്രായത്തിൽ താൻ തന്നെ എല്ലാം അവനോട് പറയും. അന്നേരം ആരെ സ്വീകരിക്കണമെന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ. കാലം എത്ര കഴിഞ്ഞാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ആരൂട്ടനായിരിക്കും. എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ്. അവൻ മുട്ടയിടുന്നത് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഓർമ്മകളിൽ വിങ്ങുന്നവൾ ചുമലിലെ കരസ്പർശം അറിഞ്ഞുകൊണ്ട് വിച്ചു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ നിറഞ്ഞു തൂവിയവളെ കണ്ട് ശ്രീ ആകുലതയോടെ നോക്കി. വിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കണ്ണുനീർ ഒഴുക്കി വിട്ടു. അവളോടൊന്നും ചോദിക്കാതെ ശ്രീ അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. അവൻ്റെ സാമീപ്യം മാത്രം മതിയായിരുന്നു അവൾക്ക്. അവളോടൊന്നും ചോദിക്കാനും അവൻ ശ്രമിച്ചില്ല. ശ്രീ, അവൾ കണ്ണുകളുയർത്തി അവനെ നോക്കി വിളിച്ചു. എന്താടാ? എനിക്ക് എൻ്റെ പഴയ വിച്ചു ആകണം ശ്രീ. നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതം, ഇനി അതൊക്കെ എനിക്ക് വേണം ശ്രീ. നമ്മുടെ മോനോടൊപ്പം അവൻ്റെ സ്നേഹമുള്ള അച്ഛനും അമ്മയായി ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കണം. അതിനേക്കാളേറെ എനിക്ക് വീണ്ടും ഒരു അമ്മയാകണം. നമ്മുടെ കുഞ്ഞിനെ എനിക്ക് ഉദരത്തിൽ പേറണം. മച്ചിയെന്ന് വിളിച്ച് കളിയാക്കിയവർക്ക് മുന്നിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം ശ്രീ. കേട്ടത് വിശ്വസിക്കാനാകാതെ ശ്രീ അവളെ നോക്കി നിന്നു. രാവിലെ മുതൽ നീ നല്ല ടെൻഷനാണ്. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. നീ ഇപ്പോൾ ഒന്ന് കിടക്ക്. വിച്ചുവിൻ്റെ വലത് കവിളിൽ കൈപ്പറ്റി വെച്ചുകൊണ്ട് ശ്രീ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അന്നാദ്യമായി വിച്ചുവിനെ ശ്രീ തനിക്കരികിലേക്ക് ചേർത്ത് കിടത്തി. അവളുടെ ഉദരത്തെ തഴുകിപ്പോയ അവൻ്റെ കൈകൾ ആരൂട്ടൻ്റെ ചുമലിൽ സ്ഥാനം പിടിച്ചു. വിച്ചു കൂടുതൽ അവനിലേക്ക് ചേർന്ന് കിടന്നു. ഇരുവരുടെയും വിരലുകൾ കോർത്തു പിടിച്ച് 2 പേരും ഉറക്കത്തിലേക്ക് വീണു. രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ വിച്ചു ശ്രീയുടെ നെഞ്ചിൽ തലചേർത്ത് കിടപ്പായിരുന്നു. നല്ല ഉറക്കത്തെയായിരുന്ന ശ്രീയെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് വിച്ചു തിരിഞ്ഞു നോക്കി. 2 കൈയും കാലുകൾക്കിടയിൽ പിണച്ചു വെച്ച് ഉറങ്ങുകയാണ് ആരൂട്ടൻ. ഇടയ്ക്കൊക്കെ ശ്രീയും ഇങ്ങനെ കിടക്കാറുണ്ട്. അച്ഛൻ്റെ ഏറെക്കുറെ പകർപ്പാണ് ആരൂട്ടൻ. അവൾ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് അവളോട് പിന്നെയും ചേർത്ത് കിടത്തി. പുറകിലൂടെ ശ്രീ വലത് കൈകൊണ്ട് അമ്മയെയും മോനെയും അവനോട് ചേർത്ത് കിടത്തി. അവരിൽ നിന്നും അടർന്നു മാറാൻ അവൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ തന്നെ കുറേ നേരം കൂടി 3 പേരും കിടന്നു. 8 മണിയാകാറായിരുന്നു. 3 ഉറക്കം. എഴുന്നേറ്റപ്പോൾ വിച്ചു ചാടിപ്പിടിച്ചെഴുന്നേറ്റപ്പോൾ മധുരിമ ചായ ഇടുകയായിരുന്നു. അമ്മ എഴുന്നേറ്റോ? ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. വല്ലാത്ത കാലുകഴപ്പായിരുന്നു മോളെ. രാത്രി ഉറങ്ങിയില്ല. അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് മധുരിമ പറഞ്ഞു. അമ്മ വിളിക്കാഞ്ഞതെന്താ? കുഴമ്പിട്ട് തിരുമ്മിക്കൂടായിരുന്നോ? കാലിലെ നീരൊക്കെ നോക്കി വിച്ചു പറഞ്ഞു. ഓ, അതൊന്നും കുഴപ്പമില്ല. രാത്രി വെറുതെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി. മോൾ ചായ എടുത്ത് കുടിക്കുക. നാളെ സ്വാതിയുടെ പിറന്നാളാണ്. നെടുവീർപ്പിടെ മധുരിമ പറഞ്ഞുകൊണ്ട് വിച്ചുവിനെ നോക്കി.
അമ്മയ്ക്ക് സ്വാതി ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ഒരു കിരിക്കാമ്പെട്ടിയായിരുന്നു അവൾ. കലവില കൂട്ടി നടക്കും. നിന്നെയാണ് ഞാൻ എന്നും എൻ്റെ മരുമകളായി കാണാൻ ആഗ്രഹിച്ചത്. ആ സ്ഥാനത്ത് അപ്രതീക്ഷിതമായി വന്നു കയറിയവളായിരുന്നു അവൾ. അധിക സമയമൊന്നും അവൾക്ക് വേണ്ടി വന്നില്ല എൻ്റെയും ശ്രീയുടെയും മനസ്സിൽ നല്ലൊരിടം നേടാൻ. ദൈവത്തിൻ്റെ ഓരോ വികൃതികളാ മോളെ എല്ലാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഏതായാലും നാളെ അസ്ഥിത്തറയിലൊന്ന് വിളക്ക് കൊളുത്തണം. അവളെ അത്ര പെട്ടെന്നൊന്നും മറന്നുവെന്ന് അവളുടെ ആത്മാവിന് തോന്നരുത്. ആത്മാവിൻ്റെ ശാപം പോലും നമുക്ക് നല്ലതല്ല മോളെ. മധുരിമ എഴുന്നേറ്റ് പോകുമ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ വിച്ചുവിന് മനസ്സിലായിരുന്നില്ല. ശ്രീക്കുള്ള ചായയുമായി റൂമിലേക്ക് പോകുമ്പോൾ അവൻ കുളി കഴിഞ്ഞ് മേൽ തുടച്ച് ഇറങ്ങി വരികയായിരുന്നു. ശ്രീ, നാളെ സ്വാതിയുടെ പിറന്നാളാണല്ലേ? അമ്മ പറഞ്ഞു. ശ്രീ ഞെട്ടലോടെ അവളെ നോക്കി. ഞാനത് ഓർത്തതുകൂടിയില്ല. മരിച്ചുപോയപ്പോൾ അവളുടെ പിറന്നാൾ കൂടി മറന്നുപോയി ഞാൻ. ശ്രീ വല്ലായ്മയോടെ അവളെ നോക്കി. ശ്രീ വിഷമിക്കാതെ. നാളെ മോനെയും കൊണ്ട് സ്വാതി ഉറങ്ങുന്നിടത്തൊരു വിളക്ക് തെളിയിക്കണം. മരിച്ചവർക്ക് വേണ്ടി അർച്ചന നടത്താനോ പായസം വെക്കാനോ കഴിയില്ലല്ലോ. ഇതല്ലേ ചെയ്യാനാകൂ. അവളെ ഒരിക്കലും മറക്കരുത് ശ്രീ. ആരുവിൻ്റെ അമ്മ അവളാണ്. ശ്രീയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു. ആരൂട്ടൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാൽ ആരൂട്ടൻ നോക്കിയത് വിച്ചുവിനെയായിരുന്നു. അവൻ കൈകൂപ്പിയത് വിച്ചുവിന് നേരെയും. ശ്രീ അവരെ രണ്ടുപേരെയും നോക്കി. ഇവിടെ ഉറങ്ങുന്ന അമ്മയോടാ മോനിപ്പോൾ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചോ. വിച്ചു വന്ന് അവൻ്റെ കൈ അസ്ഥിത്തറയ്ക്ക് നേരെ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിപ്പിച്ചു. നീ എത്രയൊക്കെ തിരുത്താൻ നോക്കിയാലും അവൻ്റെ അമ്മ നീ തന്നെയാ. ഇപ്പോഴും കണ്ടില്ലേ അവൻ എന്താ ചെയ്തതെന്ന്? ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും പെറ്റമ്മയാകാവടോ. ശ്രീ അവളെ നോക്കി പറയുമ്പോൾ വിച്ചു കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി. മൂന്നുപേരും തിരികെ നടക്കുമ്പോൾ ദിശ തെറ്റി വന്ന കാറ്റിൽ ആ മൺചിരാത് കെട്ടുപോയിരുന്നു. സ്വാതിയോടുള്ള പ്രേമം മൂത്തിട്ടല്ലേ അവനതിനെ ആ മണ്ണിൽ തന്നെ അടയ്ക്കത്. എന്നിട്ടിപ്പോൾ അവളുടെ ആത്മാവ് കാണുകെ പഴയ കാമുകയും കെട്ടി നൊന്തു പ്രസവിച്ച മോനെ കൂടി അകറ്റി. കള്ളനാവൻ, പെരുങ്കള്ളൻ. എനിക്കിപ്പോൾ തോന്നുന്നത് സ്വാതിയവൻ മനഃപൂർവ്വം. നിർത്തമ്മേ. സ്വാതിയുടെ അമ്മ കൈ ഉയർത്തി തടഞ്ഞതും അവരുടെ അമ്മ നളിനി അവളെ തുറച്ചു നോക്കി. അമ്മ പറഞ്ഞു ഒരുപാട് കാട് കയറല്ലേ. നടന്ന സംഭവങ്ങളെല്ലാം പച്ചവെള്ളം പോലെ അമ്മയ്ക്കും അറിയാവുന്നതാണ്. ശ്രീകാന്ത് ആരെയും ചതിച്ചിട്ടുമില്ല. അവനാരെയും കൊന്നിട്ടുമില്ല. സ്വാതിയുടെ അമ്മ മരിക്കുമ്പോൾ അവൾക്ക് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാലം ഇത്രയും ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളായി തന്നെയാണ് നോക്കിയത്. മരണക്കിടകയിൽ കിടന്നൊരു മനുഷ്യന് നൽകിയ വാക്ക് നിവർത്തികേട് കൊണ്ട് അനുസരിക്കേണ്ടി വന്നവനാ ശ്രീ. സ്നേഹിക്കുന്ന പെണ്ണിനെ മറന്ന് സ്വാതിയെ സ്വീകരിക്കേണ്ടി വന്നവൻ. അവനെയാണോ അമ്മ സ്വാതിയുടെ കൊലയാളി എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നത്? നളിനി മറുപടിയില്ലാതെ അവരെ നോക്കി. അവൾ തന്നെയാണ് ആവശ്യപ്പെട്ടത്. മരിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ അവൾക്ക് അന്തി ഉറങ്ങുമെന്ന്. അവൻ്റെ ചെറുപ്പക്കാരന് 27 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 24 വയസ്സിൽ അവനൊരു ഭർത്താവായി. ഈ ചെറിയ പ്രായത്തിൽ അവനെന്തിനു വിവാഹം കഴിക്കാതെ ജീവിക്കണം? അവനൊരു മോനുണ്ട്. ആ മോനെ പൊന്നു പോലെ നോക്കുന്നൊരു പെണ്ണിനെ ഭാര്യയാക്കിയതാണോ അവൻ്റെ ഭാഗത്തെ തെറ്റ്? നാളെ അവർക്കൊരു കുട്ടി ജനിച്ചാൽ ആ കൊച്ചിനെ ആ പെണ്ണ് നന്നായി നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹേച്ച് കെട്ടിയാലും മുഴച്ചേയിരിക്കും. പെറ്റമ്മയ്ക്ക് പകരമാവാൻ പോറ്റമ്മയ്ക്ക് കഴിയില്ലടി. നീ നോക്കിക്കോ. നാളെ ആ കൊച്ച് അവരുടെ ജീവിതത്തിൽ ഒരു അധികപ്പറ്റാവും. നളിനി വീറോടെ പറഞ്ഞു. അത് അന്നത്തെ കാര്യമല്ലേ അമ്മേ. അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാനുണ്ടവന്. അങ്ങനെയൊന്നും ഈ ജന്മത്തിൽ സംഭവിക്കില്ല. കടുപ്പം നിറഞ്ഞ വാക്കുകളുടെ ശബ്ദത്തിൻ്റെ ഉടമയെ നോക്കിയ നളിനി വിളറി വെളുത്തുപോയിരുന്നു. ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന സ്ത്രീ അവരുടെ സംഭാഷണം മുഴുവൻ കേട്ടുവെന്ന് സ്വാതിയുടെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. വിച്ചു ആരൂട്ടനെയും ചേർത്ത് പിടിച്ച് കലങ്ങിയ കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മനെ, ഇത് വേണ്ടമ്മായി. കൂടുതൽ വിശദീകരണം നൽകണമെന്നില്ല. ഞാനെല്ലാം വ്യക്തമായി കേട്ടു. സ്വാതിയെ കൊല്ലാനായിരുന്നില്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അല്ല, നിങ്ങളൊക്കെ കൂടി കഴിപ്പിച്ചത്. എൻ്റെ സ്നേഹവും താലിയും പിടിച്ചു വാങ്ങി ജീവിച്ചവളുടെ മരണസമയം വരെ ഞാൻ അവൾക്ക് നല്ലൊരു ഭർത്താവായിരുന്നു. പിന്നെ എൻ്റെ ആദ്യ കാമുകിയെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ. ഈ ശ്രീകാന്തിൻ്റെ ജീവിതത്തിൽ ഒരു കാമുകയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ദാ ഈ നിൽക്കുന്ന എൻ്റെ വിച്ചുവാ. ഇവളുടെ കാല് പിടിച്ചിരുന്ന് വാങ്ങിയതാ മുത്തശ്ശിയുടെ കൊച്ചുമോള് എൻ്റെ കൈ കൊണ്ടൊരു താലി. സ്വന്തം ജീവിതം അടിയറവ് വെച്ചിട്ടാ ഈ പെണ്ണ് സ്വാതിക്ക് വേണ്ടി അവളുടെ പ്രണയം പോലും ഉപേക്ഷിച്ചത്. ഞങ്ങളുടെ വിവാഹത്തിന് പോലും നിങ്ങളാരും പങ്കെടുക്കാതിരുന്നപ്പോൾ ഞാൻ കരുതിയത് ചെറിയ പരിഭവമായിരിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, മനസ്സ് മുഴുവൻ വിഷം നിറച്ചിട്ടാ നിങ്ങളൊക്കെ പെരുമാറുന്നതെന്ന്. അവളുടെ പുലകളി കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ആരെങ്കിലും അവിടെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ?
അതൊക്കെ പോട്ടെ, ഈ കുഞ്ഞിനെ കാണാനെങ്കിലും നിങ്ങളാരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയാ ഇവനെ വളർത്തുമെന്ന് പറയാൻ? ശ്രീയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്കിരുവർക്കും ഉത്തരമില്ലായിരുന്നു. ഇവനെ കൊണ്ടൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഏതായാലും വന്നു, കണ്ടു, കേട്ടു, മതി. ഇനി ഈ വീടുമായി നിങ്ങളുടെ മകളുടെ കൊലയാളിയായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഇവനെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് വരാം. ഇനി ഞാൻ ഈ മണ്ണിൽ കാലുകുത്തില്ല. സ്വാതിയുടെ അമ്മ തളർച്ചയോടെ അവനെ നോക്കി. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. സ്വാതി പോയെന്ന് കരുതി നിന്നോടുള്ള ബന്ധം ഇല്ലാതാകുമോ? ഞാൻ വിച്ചുവിനെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ആരോപണങ്ങൾ എനിക്കെതിരെ എറിയുന്നത്? മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മറ്റൊരർത്ഥത്തിൽ വളച്ചൊടിക്കില്ലായിരുന്നോ? ഇങ്ങനെ കടന്ന് തുള്ളതട ചേർക്കാം. സത്യമൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിലും നിനക്ക് സ്വാതി ഇഷ്ടമല്ലായിരുന്നു. അവൾ ഒഴിവായി കിട്ടിയത് തന്നെ നിന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. അമ്മയെ നിർത്ത്. ശ്രീയോട് ഇനി മോശമായി സംസാരിക്കരുത്. ഞങ്ങൾ പോകും അമ്മായി. ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകും. വിച്ചുവിൻ്റെ കൈ പിടിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ സ്വാതിയോടുള്ള ഓരോ നിമിഷങ്ങളും അവൻ്റെ മനസ്സിലൂടെ മിന്നുമാഞ്ഞിരുന്നു. തിരികെ വീട്ടിലെത്തിയ ശ്രീയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അമ്മയ്ക്കിപ്പോൾ തൃപ്തിയായല്ലോ? പോകുന്നില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ? അവരുടെ മനസ്സ് നിറയെ എന്നോടുള്ള പകയും വെറുപ്പുവാ. സാദിയുടെ കൊലയാളി എന്നുവരെ എന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തു പിഴച്ചിട്ടാ അമ്മേ? മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടായതോ? അതോ സ്നേഹിച്ച പെണ്ണിനെ ചതിച്ച് മുറപ്പെണ്ണിനെ വിവാഹം കഴിച്ചതിൻ്റെ ശിക്ഷയോ? പിടിച്ചു വാങ്ങി നിന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാരും മനസ്സിലാക്കാത്തത്? ദേഷ്യവും സങ്കടവും കൊണ്ട് ശ്രീ വാതിൽ വലിച്ചടച്ചു. ആരൂട്ടിനെയും ചേർത്ത് പിടിച്ച് വിച്ചു ഹാളിൽ തന്നെയിരുന്നു. മധുരിമ കണ്ണുകളൊപ്പി അവളെ നോക്കി. ശ്രീ കണ്ണിനു കുറുകെ കൈവച്ച് കിടന്നിരുന്ന ശ്രീയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് വിച്ചു അവനെ വിളിച്ചു. ശ്രീ കൈമാറ്റി അവളെ നോക്കി. ശ്രീ വിച്ചുവിൻ്റെ മടിയിൽ കയറി കിടന്നപ്പോൾ അവൾ അവനെ നോക്കി. ഒന്ന് തല മസാജ് ചെയ്ത് തരുമോ വിച്ചു? നന്നായി വേദനിക്കുന്നു. വിച്ചു അവൻ്റെ മുടിയിഴകളിലൂടെ കൈവിരലുകൾ കൊടുത്തുകൊണ്ട് മസാജ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാ ശ്രീ ഇത്രയ്ക്ക് ദേഷ്യം? അതുകൊണ്ടല്ല തലവേദനയുണ്ടായേ? ദേഷ്യമല്ല വിച്ചു, വേദനയാണ്. എല്ലാം സഹിച്ചും നഷ്ടപ്പെടുത്തിയും കൊടുത്ത വാക്ക് പാലിച്ചതിനും പകരം കിട്ടിയതൊക്കെ വേദനകൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. താലി കെട്ടിയവളെ വേദനിപ്പിക്കാതെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചവനാ ഞാൻ. ഞാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ശ്രീ. മോനാകെ സങ്കടത്തിലാണ്. ശ്രീ ഓരോന്ന് കാണിക്കുമ്പോൾ വേദനിക്കുന്നത് അവൻ്റെ കുഞ്ഞു മനസ്സുകൂടിയാണ്. ശ്രീ വിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? വിച്ചു പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ബോൾഡായ ആളെ നോക്കിയതാ. ശ്രീ കളിയാക്കി പറഞ്ഞപ്പോൾ വിച്ചു അവനെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശ്രീ അവളെ വിടാതെ അവളുടെ മടിയിൽ തന്നെ തലവെച്ച് കിടന്നു. അവളുടെ ഉദരത്തിൽ അവൻ്റെ കണ്ണുകൾ ചലിച്ചു. ഒട്ടിക്കിടന്ന വയറിന് മുകളിൽ അവൻ അവൻ്റെ കൈത്തലം എടുത്തു വെച്ചു. വിച്ചു അവനെ നോക്കി. ഇവിടെ നിനക്ക് നഷ്ടപ്പെട്ട ആ സൗഭാഗ്യത്തെ തിരികെ തരട്ടെ ഞാൻ. വിച്ചു ശ്വാസം വിലങ്ങി അവനെ നോക്കി. എന്താ? അവളുടെ വയറിന്മേൽ ചുണ്ടുകൾ ചേർത്ത് അവളെ നോക്കി. വിച്ചു കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു പോയി. എനിക്കായി വീണ്ടും ആ വരികൾ ഒന്ന് പാടുവോ വിച്ചു? അവളുടെ കൈവിരലുകളെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ വിച്ചു സംശയത്തോടെ അവനെ നോക്കി. മറഞ്ഞു നിന്നിന്തിനൻ മനസ്സിലെ കുങ്കുമം, തളിർവിരൽ തുമ്പിനാൽ കവർന്നു നീ ഇന്നലെ, ജന്മതടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ, പിന്നെ മനസ്സിലലിഞ്ഞൊരുകും നിന്റെ പ്രസാദം പങ്കിടുവാൻ, മഞ്ഞിത് മൂടുമോരോർമ്മകളിൽ ഒരു പൊൻതിരിയായി ഞാൻ പൂത്തുണരാൻ. അവൻ മനോഹരമായി പാടിയപ്പോൾ പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പൂക്കൾ വീണ്ടും അവളുടെ മനസ്സെന്ന വൃക്ഷത്തിൽ പൂത്തു തളർത്തിരുന്നു. കോളേജ് കാലഘട്ടത്തിലേക്ക് ശ്രീക്ക് വേണ്ടി എഴുതിയ ഒരു കത്തിൽ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടിൻ്റെ വരികളായിരുന്നു അവൾ എഴുതി നൽകിയത്. അവൾക്കിടയിലെ ഹംസമായിരുന്ന അരുണി ശ്രീയെ കത്തേൽപ്പിക്കുമ്പോൾ മരത്തിനു മുന്നിൽ മറഞ്ഞു നിന്ന വിച്ചുവിനെ ശ്രീ കണ്ടിരുന്നു. ഓർമ്മകൾ അവളുടെ ചുണ്ടുകളിൽ മന്ദസ്മിതം വിടർന്നു. മുഖത്ത് നാണത്തിൻ്റെ പൂക്കൾ വിടർന്നിരുന്നു. ശ്രീ എഴുന്നേറ്റ് അവളുടെ കവിളിൽ ചുണ്ടു ചേർത്തപ്പോഴാണ് വിച്ചു ഓർമ്മകളിൽ നിന്നും ഉണരുന്നത്.
കവളത്ത് കൈവച്ച് അവനെ മിഴിച്ചു നോക്കിയിരുന്ന അവളെ നോക്കി ശ്രീ കണ്ണിറുക്കി കാണിച്ചിരുന്നു. കഴിഞ്ഞുപോയതൊക്കെ ഓർത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രണയ ജീവിതം വീണ്ടും എന്തിനാ വിച്ചു ഇല്ലാതാക്കുന്നത്? നമുക്ക് പ്രണയിക്കാം. ഒരു ജന്മം മുഴുവൻ നിനക്ക് നൽകാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പകുത്തുവെച്ച പ്രണയമുണ്ട്, എൻ്റെ ജീവിതമുണ്ട്. വിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ പുണർന്നു. ഐ ലവ് യു ശ്രീ. വാക്കുകൾ വിശ്വസിക്കാനാകാതെ ശ്രീ തറഞ്ഞിരുന്നു. പ്രണയത്തിന് പല മുഖങ്ങളുണ്ട് ശ്രീ. ആദ്യമായി തോന്നിയ പ്രണയം എന്നും ഹൃദയത്തിൻ്റെ ഒരറ്റത്ത് ഒട്ടും പ്രഭ മങ്ങാതെ നിലനിൽക്കും. ഇനി ഒരിക്കലും ഒന്നു ചേരില്ലെന്ന് കരുതിയപ്പോഴും നീ എന്നിൽ മികവോടെ തെളിഞ്ഞു നിന്നിരുന്നു. എൻ്റെ പ്രണയവും കാമവും മോഹവും നിന്നിലാവണമെന്ന് ആഗ്രഹിച്ച എനിക്ക് മറ്റൊരുവൻ്റെ വിക്രിയകൾക്ക് ഇരയാവേണ്ടി വന്നു. അയാൾ ഏൽപ്പിച്ച മുറിവുകളിൽ ശരീരവും മനസ്സും തകർന്നപ്പോൾ നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു. ഒരിക്കൽ ഗർഭിണിയായ സ്വാതിയെ ശ്രദ്ധയോടെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിന്നെ കണ്ട് എൻ്റെ മനസ്സ് തകർന്നു പോയി. അന്ന് ഞാൻ എത്രമാത്രം കരഞ്ഞുവെന്നറിയാമോ നിനക്ക്? എത്ര പെട്ടെന്നാ ശ്രീ നീ എന്നെ മറവിക്ക് വിട്ടുകൊടുത്തത്. പ്രണയത്തിന് അങ്ങനെയും ഒരു മുഖമുണ്ട്. വിച്ചുവിൻ്റെ വാക്കുകളിൽ അവൻ നടുങ്ങിയിരുന്നു. മറുപടി പറയാനാകാതെ അവളെ നോക്കിയിരിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാക്ക് നൽകിയാലും പ്രണയിച്ച പെണ്ണെ ഉപേക്ഷിച്ചവനാ നീ. നീ കാരണമല്ലേ എൻ്റെ ജീവിതത്തിൽ ആദർശ് എന്ന മനുഷ്യൻ കടന്നു വന്നത്. സ്വാതിയുടെ കഴുത്തിൽ നിന്റെ കൈകൊണ്ട് ഒരു താലി വീഴുന്നത് കണ്ട് ഹൃദയം പൊട്ടിപ്പോകുമെന്ന് കരുതി ഇറങ്ങി ഓടിയതാ ഞാൻ അവിടുന്ന്. മാസങ്ങളോളം ഇവിടുന്ന് ഞാൻ മാറി നിന്നു. യാതൊന്നും പ്രതീക്ഷിക്കാനോ ഇനി ആരെയും കാത്തിരിക്കുവാനോ ഇല്ലാത്ത എനിക്ക് അച്ഛനെയും അമ്മയും അനുസരിക്കേണ്ടി വന്നു. എത്രയൊക്കെ മറവിക്ക് വിട്ടുകൊടുത്താലും ആ ഓർമ്മകൾ ഇന്നും കനലായി എൻ്റെ ഉള്ളിൽ എരിയുന്നുണ്ട്. വിച്ചു എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് ശ്രീ അവളെ സംശയത്തോടെ നോക്കി. എൻ്റെ മനസ്സിന് തോന്നുന്നത് വരെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നാവില്ല ശ്രീ. എനിക്ക് നിന്നോട് പ്രണയമുണ്ട്. പക്ഷേ നിന്നോട് അടുക്കുംതോറും ജീവച്ഛമമായി ജീവിച്ച നാളുകൾ എനിക്ക് ഓർമ്മ വരും. അതിന് കാരണക്കാരായവരിൽ പ്രധാനി നീയും കൂടിയാണല്ലോ. തൽക്കാലം ആരൂട്ടൻ്റെ അമ്മ മാത്രമായാൽ മതി എനിക്ക്. ശ്രീയുടെ ഭാര്യയാകണ്ട. വിച്ചു അത്രയും പറഞ്ഞിറങ്ങിപ്പോയപ്പോൾ തകർന്നവനെ പോലെ ശ്രീ ഇരുന്നു പോയി. നീ വിഷമിക്കാതെ ശ്രീ, എല്ലാം പതുക്കെ ശരിയാകും. അവളുടെ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ തറച്ചുപോയി. ഞാൻ മറന്നുപോയ സത്യങ്ങൾ അവൾ എന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു വിധുവേട്ട. ആ അവസരത്തിൽ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. മരണക്കിടക്കയിൽ കിടക്കുന്ന അച്ഛൻ എൻ്റെ കൈപിടിച്ച് വാക്ക് തരാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിധു അവനെ തന്നെ നോക്കിയിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടും സ്വാതിയെ ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടിരുന്നില്ല. 6 മാസം കഴിഞ്ഞ് അവളെ ഡിവോഴ്സ് ചെയ്യാനായിരുന്നു എൻ്റെ തീരുമാനം. ഇതിനിടയിലാണ് എൻ്റെ നെഞ്ച് തകർന്നു പോയ ആ വാർത്ത ഞാൻ കേട്ടത്. വിച്ചുവിൻ്റെ വിവാഹം തിരികെ കിട്ടുമെന്ന് കരുതി കാത്തിരുന്ന നിധി മറ്റൊരാൾക്ക് സ്വന്തമാകുമെന്ന് കണ്ടപ്പോൾ തളർന്നുപോയി. അവൾ മറ്റൊരുവൻ്റെ ഭാര്യയാണെന്ന സത്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മറ്റൊരുവൻ്റെ ഭാര്യയെ മോഹിക്കാൻ മാത്രം തരം താഴ്ന്നവനല്ല ഞാൻ. വിച്ചുവിന് നല്ലൊരു ജീവിതം അയാൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. താലി കിട്ടിയ പെണിയെ അവഗണിച്ചും ആട്ടിപ്പായിച്ചും മുന്നോട്ട് പോയപ്പോൾ അവളുടെ സ്നേഹം എന്നെ തളർത്തിക്കളഞ്ഞു. താലി കെട്ടിയവളോട് നീതികേട് കാണിക്കാൻ തോന്നിയില്ല. വിച്ചുവിനോടുള്ള പ്രണയം മനസ്സിൻ്റെ കലറയിൽ അടക്കം ചെയ്ത് സ്വാതിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. എന്നോടൊപ്പമുള്ള ജീവിതം സുരക്ഷിതമാക്കാനും ഞാൻ അവളെ വിട്ടുപോകാതിരിക്കാനും അവൾ ആവശ്യപ്പെട്ടത് ഒരു കുഞ്ഞിനെയായിരുന്നു. വിച്ചു അവിടെ അനുഭവിച്ചതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ അവിടെ നരകിക്കുമ്പോഴായിരുന്നു ഞാൻ സ്വാതിക്കൊപ്പം. ശ്രീയുടെ വാക്കുകൾ ഇടറിയിരുന്നു. വിധു അവൻ്റെ നിസ്സഹായതയോർത്ത് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വിധുവേട്ടന് എന്താ തോന്നുന്നത്? ഞാൻ ഒരു ചതിയനാണോ? അതോ മറ്റുള്ളവർക്ക് മുന്നിൽ ബലിയാടായതാണോ ഞാൻ ചെയ്ത തെറ്റ്? ശ്രീ, നിന്നെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. നിൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു സ്വാതിയുമായുള്ള നിൻ്റെ വിവാഹം. പണ്ട് നീ ജനിച്ച സമയത്ത് അനിയത്തിക്ക് വാക്കു കൊടുത്തിരുന്നു അത്രേ. അനിയത്തിക്ക് ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അവളെ നിൻ്റെ ഭാര്യയാക്കുമെന്ന്. കാരണവന്മാർക്ക് പൊതുവെയുള്ളൊരു അസുഖമാണല്ലോ അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും തീരുമാനങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത്. നിൻ്റെ അച്ഛൻ ഒരിക്കലും അറിയില്ലായിരുന്നു നിനക്ക് വിച്ചുവിനോടുള്ള പ്രണയം. നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റെന്താണെന്നറിയോ? ഉള്ളിൽ തോന്നിയ ഇഷ്ടത്തെ മനസ്സിൽ തന്നെ പൂഴ്ത്തി വെച്ചിട്ട് പ്രണയിച്ചു നടന്നു. പ്രത്യക്ഷത്തിൽ നിങ്ങളെ അറിയുന്ന ആർക്കും നിങ്ങൾക്കിടയിൽ അങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നിയില്ല. മധുരിമയാൻ്റിയാണ് ആദ്യം കണ്ടുപിടിച്ചത്. വീട്ടിൽ നീ നേരത്തെ ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ നിൻ്റെ അച്ഛൻ അങ്ങനെയൊരു വാക്ക് നിന്നിൽ നിന്നും വാങ്ങില്ലായിരുന്നു. പിന്നെ സ്വാതിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയായിരുന്നു.
അവൾ കിട്ടിയ അവസരം മുതലാക്കി. നിനക്കറിയോ, നീ അച്ഛന് വാക്ക് കൊടുത്തത് അറിഞ്ഞതിന് ശേഷമാണ് വിച്ചു സ്വാതി കാണാൻ വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ കടന്നു വരില്ലെന്ന് അവൾക്ക് ഉറപ്പ് നൽകിയത്. കൊടുത്ത വാക്കെല്ലാം പാലിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ശ്രീ. അച്ഛൻ മരിച്ചു പോയപ്പോൾ നിനക്ക് വേണമെങ്കിൽ നിന്റെ തീരുമാനം മാറ്റാമായിരുന്നു. കാരണം ജീവിതം നിൻ്റേതാണ്, മരിച്ചുപോയവർക്കല്ല വേദനയും വിരഹവും. സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് മറ്റൊരുടെ വിവാഹം കഴിക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് തുറന്നു പറയണമായിരുന്നു. മരിച്ചുപോയവർക്ക് കൊടുത്ത വാക്കിനെ അനുസരിച്ച് ജീവിച്ചാൽ നാളെ നമുക്ക് അവരുണ്ടാവില്ല ശ്രീ. ആത്മാവ് വേദനിക്കും, പാപമാണെന്നൊക്കെ പലരും പറയും. ഒരാളുടെ തീരുമാനങ്ങൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് നല്ല കാര്യമല്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ അനുസരിക്കേണ്ട ബാധ്യതയുമില്ല. നീ ഇമോഷണലായി ഡൗൺ ആയി പോയതാണ് ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. വിവേകം കൊണ്ട് കാര്യങ്ങളെ നേരിട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ ആരും കടന്നു വരില്ലായിരുന്നു. ഇനി കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് വേദനിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്ക്. ബിച്ചു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവളാണ്. അവളുടെ മനസ്സ് മാറാൻ കുറച്ച് സമയമെടുക്കും. അവൾക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമാണ്. പക്ഷേ അതുടനെ പ്രകടിപ്പിക്കാനോ എല്ലാ അർത്ഥത്തിലും നിന്റെ ഭാര്യയാവാനോ കഴിഞ്ഞെന്ന് വരില്ല. നീ വിഷമിക്കാതെ ചെല്ലു ശ്രീ. നിനക്ക് എന്താവശ്യത്തിനും ഞാനുണ്ടാകും, വിധു അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു. വിധുവിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം ഇഴകീറി നോക്കുകയായിരുന്നു ശ്രീ. ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. വിവേകശൂന്യമായി പോയ എൻ്റെ ബുദ്ധി കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചത്.